ടെസ്റ്റ് പേപ്പർ ആയിട്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുക, ഇന്നലെ ഫുള്ള് തിരക്കിലായിരുന്നു. ഇന്നലെ ഫുള്ള് എൻ്റെ ഒരു കസിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ അവിടെ പോയി. പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ചിലന്നു. പിന്നെ ഒരു 10-11 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയത്. അപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങി. എന്നിട്ട് ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ടാണ് ഞാൻ കുറച്ചെങ്കിലും നോക്കണേ. ഞാൻ നോക്കിയിട്ടേ ഇല്ല. ഇതൊക്കെ ഞാനിനി എവിടെ പോയി പഠിക്കാൻ, എനിക്കൊന്നും മനസ്സിലാവണമില്ല. ഇതൊക്കെ എൻ്റെ തലയിൽ കയറ്റി വയ്ക്കണം. ഇങ്ങനെ ഞാൻ പഠിക്കാം. എനിക്കൊന്നും അറിയത്തില്ലടി. ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ കുറച്ചെങ്കിലും നോക്കട്ടെ. എനിക്ക് പറഞ്ഞതാടി. ഇതൊക്കെ ഞാൻ എവിടെ പോയി പഠിക്കാൻ? എനിക്കും സമയമുണ്ട്. 10 മിനിറ്റ് ഉള്ളൂ. എനിക്കറിയാണ്. ഞാൻ എന്നോട് എന്തായാലും പറഞ്ഞുതരും. പിന്നെ എന്തിനാ നീ എന്നോട് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട ആവശ്യം? നീ പഠിച്ചു. ഞാൻ പഠിച്ചേട്ടെ. എന്നിട്ട് ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു എന്നിട്ട് നീ പഠിച്ചോ ഞാൻ പറഞ്ഞതല്ലേ. പ്ലീസ് ശരി പ്ലീസ്. എടി നിനക്ക് എന്ത് ബോധമുണ്ടടി? ഒന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ ടെസ്റ്റ് ഫ്രണ്ടല്ലേ എടി. ഞാൻ എക്സാം ടൈം ആയാ ഇത്ര ഓവറാക്കാൻ നിൽക്കുന്ന ഒരു ബുക്ക് താഴെപ്പോയനെ. ഇതൊക്കെ എന്ത് കറക്റ്റായി കിടക്കുക. ഞാൻ ബുക്ക് കളയൂല. ടീച്ചർ ശരി, എൻ്റെ പേര് പോലും ഞാൻ ഇപ്പം മറന്നു പോകും. എടി നീ ഇങ്ങനെ കേടുന്ന എഴുതാതെ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞ. ഇടി നമ്മൾ ഒരുമിച്ചല്ല പഠിച്ചു. പേപ്പറോ എഴുതില്ലെന്നൊക്കെ പറയുന്നു. ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എന്തൊക്കെയോ എഴുതുന്നുണ്ട്. പ്ലീസ് ഇടി 5-ാമത്തൊന്ന് പറഞ്ഞു. ഞാൻ നോക്കിയിട്ടും കൂടിയില്ല എന്നോട്. പെൻസില് ആൾറെഡി ഇന്നലെ ടെസ്റ്റ് പേപ്പർ പഠിക്കുന്നില്ലേ? എനിക്ക് തോന്നണ്ട ഞാൻ എന്തെങ്കിലും പഠിച്ചെന്ന്. എൻ്റെ മുഖം കണ്ടിട്ട് നിനക്കത് പറയാൻ പറ്റുമോ ഞാൻ പഠിച്ചെന്നെന്തെങ്കിലും? ഞാനൊന്നും തൊട്ട് പോലും നോക്കിയിട്ടില്ല. പക്ഷെ വേണമെങ്കിൽ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞുതരാം. പക്ഷെ എനിക്കുണ്ടല്ലോ കുറച്ച് സാധനം വാങ്ങിച്ചു. ഡയറി മിൽക്ക് സിൽക്ക് വാങ്ങിച്ചു തന്നാൽ മാത്രമേ എനിക്ക് പറഞ്ഞുതരല്ലോ. ഞാൻ പറഞ്ഞുതരും. ഒറ്റയ്ക്കാണ്. ശരി വാങ്ങിത്തരാം. വാങ്ങിച്ചല്ലോ. ഓക്കെ. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് അറിയാത്തൊന്നും ഇല്ല. പക്ഷേ നീ വാങ്ങിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് പറഞ്ഞുതരാം. ഇത് നോക്കി എഴുതി എനിക്ക് ഫുൾ മാർക്ക്. കാരണം ഇത് ഫുള്ള് ആൻസേഴ്സ് അതിൻ്റെ അത് നോക്കി എഴുതി. ആൻസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞപ്പോൾ കുത്തി ഇരുന്ന് എഴുതി വായിച്ചിട്ട് ഉണ്ടാക്കിയ കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഇത് ഇരുന്ന് പഠിച്ചോ. നോക്കിയല്ലോ. ഓക്കെ, ഇനി ഞാൻ പഠിക്കട്ടെ. ഓക്കെ, എന്തായാലും എനിക്ക് ഡയറി മിൽക്ക് സിൽക്ക് വാങ്ങിച്ചിരുന്നു പറഞ്ഞുകൊണ്ട് മാത്രം, പിന്നെ നീ ഈ ചിരൊക്കെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം പറഞ്ഞു തന്നെയാണ് കേട്ടോ. ഇതാരോടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെന്ന് കണ്ണ് കുത്തിപ്പൊടിക്കാൻ. ഓക്കെ, ഞാൻ പഠിച്ചിരുന്നു. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിൾ. എല്ലാവരും ഭയങ്കര വലിയ ലാസ്റ്റ് എക്സാമല്ല ഭയങ്കര ടെൻസ്ഡായിട്ട് നടക്കുന്നതാണ്. ഇതൊക്കെ ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്. സിമ്പിൾ. ഇനി പേപ്പർ ഇട്ടേക്ക് തന്നെ ഞാൻ ഇരുന്ന് എഴുതും. ദാറ്റ്സ് ഓൾ. താങ്ക്സ്. ഏത് ക്വസ്റ്റ്യൻ ഞാൻ ഇതിട്ട് കണ്ടിട്ടില്ലല്ലോ. അത് വരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ ഇമ്പോർട്ടൻ്റ് എനിക്ക് വെച്ചതല്ല ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് അല്ല, ഒന്ന് പഠിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ആൻസർ എന്താ?
എടി ഞാനല്ലേടെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞെന്ന്. അങ്ങനെ ആവശ്യമുള്ളപ്പോൾ ഒരാളും കാണിച്ചില്ല. ഞാനിനി എന്തെഴുതും ഈ എക്സാമിനെ പൊട്ടിപ്പോയല്ലോ ദൈവമേ. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതേതോ ക്വസ്റ്റ്യൻ അത് വിട്. ശുഭത്തിനും ഞാനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഇത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. 10th ക്വസ്റ്റ്യൻ അതറിയാം. ഈസ്തി ബാക്കി എന്താ? എക്സാം എഴുതില്ല ഇട്ട് പോയാലോ. പറഞ്ഞു കൊടുത്ത് ഒരുത്തി അവിടെ ഇരുന്ന് എഴുതുക. ഒന്നില്ല മാമിനെങ്കിലും പറഞ്ഞോണ്ട്. അപ്പം ഇപ്രാവശ്യത്തെ എക്സാം തോറ്റ്, അത്ര തന്നെ. എടി നീ എന്താ ആലോചിക്കണേ? ഞാനുണ്ടല്ലോ ഇനി എത്ര ലിപ്സ്റ്റിക്ക് ആണെന്ന് ആലോചിക്കുക. കാരണം എൻ്റെ ലിപ് ബാം കഴിയാനായി, എൻ്റെ ലിപ്സ്റ്റിക്കും കഴിയാൻ. ഞാനത് എത്ര വാങ്ങണമെന്ന് ആലോചിച്ചിട്ടുണ്ടിരിക്കും. എടി ഇന്ന് ടെസ്റ്റ് പേപ്പറാന്നുള്ള ബോധം നിനക്കുണ്ടോ? എക്സാം അല്ലേ, അതെനിക്കറിയാം. അത്ര വലിയ കാര്യം നോക്കണ്ട. എന്തായാലും ഫുൾ A+. A1. ഇതേതാ ബുക്ക് കാണിച്ചേ? ഇത് ഞാൻ പഠിച്ചു കഴിഞ്ഞതാ. ഇതല്ലേ പിന്നെ ഏതാ ചാപ്റ്റർ മാറിപ്പോയി. സുഭാഷ് തോറ്റി 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 കൊച്ചു നോക്കാം. തോറ്റി. ഓക്കെ താങ്ക്സ്. താങ്ക് യു. എക്സാം പേപ്പർ കിട്ടിയാൽ മതി എനിക്ക്. ഇതെനിക്കറിയാലോ. ഓക്കെ ഇതും എനിക്കറിയാം. അഞ്ചാമത്തെ ഞാൻ എഴുതിയില്ല. 5, 6, 7. അയ്യോ ഞാൻ ഇത് എഴുതിയില്ല, ഒന്നും എഴുതിയില്ലടി. ഞാൻ നേരത്തെ നീ കണ്ടറിഞ്ഞ ഒന്നും പഠിച്ചിട്ടില്ല. സിമ്പിൾ. 9, 10. ഓക്കെ കഴിഞ്ഞങ്ങട്. അല്ല കുറച്ച് നോക്കിയാൽ തന്നെ എനിക്കെല്ലാം തലേക്ക്.